ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊറിയൻ ഡെസേർട്ടാണ് കൊറിയൻ പാൻ കേക്ക് വിത്ത് മാംഗോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആഗ്രഹം വന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കൊറിയയിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലെടുത്ത് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് മൈദ വേണം, പിന്നെ പാല്, വാനില എസൻസ്, മുട്ട, പിന്നെ യെല്ലോ കളർ അത് മസ്റ്റാണ്, പിന്നെ പഞ്ചസാര. ഞാനിപ്പോൾ ഒരു മിക്സി ബൗളിലാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി ഇടുന്നുണ്ട്, ഒപ്പം 2 മുട്ടയും, പിന്നെ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും, പിന്നെ 1 കപ്പ് പാല്. ഇത് 250 ml കപ്പാണ്. പിന്നെ ഇത്തിരി വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. ഇത് ആ കളർ വേണം കേട്ടോ. എന്നിട്ട് ഈ മിക്സി ജാർ തന്നെ കഴുകി ഒഴിക്കുകയാണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി എങ്കിലേ അത് പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇനി ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് പാനൊന്ന് വെക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് നെയ്യ് കൂടെ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 സ്പൂണ്, ഞാൻ ഈ സ്പൂണിന് 2 സ്പൂണാണ് എടുക്കുന്നത്, അത് ഒഴിച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കരുത്, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണേ. കണ്ട ഇതേപോലെ അതങ്ങ് ഒഴുകി പൊയ്ക്കോളും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണേ. നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് കയ്യിലൊന്നും ഒട്ടാത്ത പരുവം, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. കൈ നമ്മൾ തൊടുമ്പോൾ ഒന്നും ഒട്ടരുത്, ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. നമുക്കത് പതിയെ ഒന്ന് വെടിവെച്ചിട്ട് ഒന്ന് മറിച്ചിടാം കേട്ടോ. കൈ കൊണ്ട് ജസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും, തൂവാല പോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ മറിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാമേ. ഇനി ഇതിനായിട്ട് ഒരു ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നാരില്ലാത്ത മാങ്ങയാണ് നല്ലത്. എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാവേ. അപ്പോൾ ഇതിനിടയിൽ ഞാനിപ്പം ഓരോ പാൻ കേക്കും റെഡിയാക്കുന്നുമുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് തൂവാല പോലെ ഇങ്ങനെ പതിയെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നൈസാണ്. ഇതുപോലെ ഞാൻ ഓരോന്നും എടുക്കുകയാണ് കേട്ടോ, ഉണ്ടാക്കുകയാണ്. ഇതിനിടയിൽ കൂടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇപ്പം സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ അതിൻ്റെ എടുത്തിട്ടില്ല കേട്ടോ. ഇരുന്ന മാവ് മുഴുവനും ഞാനിപ്പം പാൻ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കർച്ചീഫ് പോലെ തോന്നുന്ന രീതിയിലാണ് നമ്മൾ പാൻ കേക്ക് ഇരിക്കേണ്ടത് കേട്ടോ. സ്റ്റിഫായിട്ടൊന്നും വരരുത്, ഇതേപോലെ നൈസായിട്ടാണ് എടുക്കേണ്ടത്. ഇത് മാംഗോയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ സ്മോൾ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാൻ റെഡിയാക്കി ഒരു ബോട്ടിലൊക്കെ ആക്കി വെച്ചു. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. പാൻ കേക്കിൻ്റെ സ്മൂത്തായിട്ടുള്ള സർഫസ് അടിയിൽ വരണം, റഫായിട്ടുള്ള ഭാഗം മേളിൽ വരണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രീം ഇതിൻ്റെ മേളിൽ ചെറിയൊരു ലെയർ പോലെ വയ്ക്കണം. അതിൻ്റെ മേളിലാണ് നമ്മുടെ കട്ട് പീസസ് വെക്കേണ്ടത്, മാംഗോയുടെ കട്ട് പീസസ് വെക്കേണ്ടത്. വെച്ചിട്ട് മാംഗോയുടെ മീതെ ഒന്നുകിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂണ് പഞ്ചസാര ഇതുപോലെ ഒന്ന് വിതറിയിട്ട് അതിൻ്റെ മീതെ ബീറ്റ് ചെയ്ത് നമ്മുടെ ക്രീം ഒന്നുകൂടെ ഒന്ന് നിരത്തി ഒന്ന് ലെവൽ ചെയ്ത ശേഷം അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കിയ ശേഷം പിന്നെ സൈഡ് ഒന്ന് ചേർത്ത് പിടിച്ച് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കണേ. ഇതുപോലെയാണേ. ഒന്നുകൂടെ ഒന്ന് കാണിക്കാവേ. ഈ രീതി തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ 2-3 റോൾ ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പാൻ കേക്കും ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും റോളാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇത് 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ നമുക്കത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പം അത് ഞാനിപ്പോൾ 1-2 മണിക്കൂർ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് കാണിക്കാൻ വേണം അതിൻ്റെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്യുകയാണേ.
ഈ രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് മാംഗോയും ക്രീമും ആയിട്ട് ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.